ഹലോ എവ്രിവൺ, വെൽക്കം ടു അമേരിക്കൻ വീരഗാഥകൾ പോഡ്കാസ്റ്റ് നമ്പർ 15. ഞാൻ കോശി. ഞാൻ പോകാം. ഇന്ന് ഡിസംബർ 11, ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് മൗണ്ടൻസിനെ ചുറ്റിപ്പറ്റി ആക്കിയാലോ പോകാം. തീർച്ചയായും. നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ മൗണ്ടൻ എക്സ്പീരിയൻസ് ഏതാണ്? നമ്മൾ ഈ നാട്ടിൽ നിന്ന് 10ാം ക്ലാസ്സിൽ നിന്ന് ടൂറൊക്കെ പോകുന്നത് സ്വാഭാവികമായും പോകുന്നത് ഊട്ടി, കൊടൈക്കനാൽ അവിടെയൊക്കെ അതൊക്കെയാണ് എന്റെ അവസ്ഥ. നിന്റെ സെയിം പേജ്. പക്ഷെ എന്റെ സങ്കല്പത്തിലുള്ള ഈ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാശ്മീരൊക്കെ പോകുമ്പോൾ അവിടെ ഈ ജോയ് ഐസ്ക്രീമിന് അടുക്കി വെച്ച പോലെ മഞ്ഞുമലകൾ, അതാണ് എന്റെ സങ്കല്പം. സത്യം, പണ്ട് ടി വിയിൽ നമുക്കിടെ നായർ സാബ് കണ്ട പിന്നെ എനിക്ക് ഈ മഞ്ഞുമലകൾ ഭയങ്കര വീക്ക്നെസ് ആണ്. വലുതാകുമ്പോൾ ഒരു പർവ്വതാരോഹരഹര ആവണമെന്നായിരുന്നു ഒരു സമയത്ത് എന്റെ പ്രധാന ആഗ്രഹം. എന്തായാലും പറഞ്ഞു വന്നത്, കേരളത്തിലെ മൊട്ട വെയിലത്ത് ഇതുപോലെ മഞ്ഞുമലകൾ സ്വപ്നം കണ്ട് നടക്കുന്ന ഞങ്ങളെ രണ്ടുപേരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓൺ സൈറ്റ് എന്നും പറഞ്ഞ് മഞ്ഞുമലകളുടെ നാട്ടിലേക്ക് കയറ്റി അയച്ചാൽ എന്തായിരിക്കും കാണാം. ഇതുപോലൊരു ബെല്ലിൽ നിന്നാണ് ആ കഥയും തുടങ്ങുന്നത്. നിങ്ങളോ നേരത്തെ വന്നല്ലേ? കേരള വിമലെ, ഇത് ഞാൻ പറയാറില്ലേ ഓഫീസിലെ പോത്തൻ കോശി ഭാര്യ ഹാരിസ്. പറയാറുണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യം. അല്ലല്ല, കോശി അതാണ്. നിങ്ങൾ അമേരിക്ക വന്നിട്ട് 1 മാസം അല്ലേ? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നമ്മളിവിടെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ കൂടുന്നുണ്ടോ? ഇങ്ങനെ ഇരുന്നാ മതിയോ? ഫുഡൊക്കെ തണുത്തു വന്നു, കഴിക്കണ്ടേ? അതിനേക്കാൾ അന്യായം അവിടെ വന്ന ബാക്കി ടീംസിന്റെ താളാണ്. എന്റെ പൊന്നു, ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി, പോത്ത് അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു തലവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിൽക്കാലത്തെ ഞങ്ങളുടെ ഗുരുവായ മാറിയ സ്വാമി കാർത്തിക് തിരുവടികൾ ഒരു വീഡിയോയുമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് സ്റ്റോക്ക് നോക്കിയാലോ? ഏത് ചെയ്യണം എന്നുള്ളതാണ്. ഒരു മണിക്കൂർ ഡ്രൈവ് ആണ്. Really cool video.
ഞാൻ പോട്ടെ. എന്റെ അമ്മോ, അടിപൊളി കലക്കം വീഡിയോ. കാർത്തിക് കുറെ കാലം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ കഴിഞ്ഞ സീസൺ തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതൊന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെന്താ, ഇതിന്റെ ബേസിക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ബ്ലാക്ക് ഡയമണ്ട് വരെ ചെയ്യാം. ബ്ലാക്ക് ഡയമണ്ട് എന്ന് വെച്ചാൽ അത് ഈ സ്കീ സ്ട്രോക്സിന്റെ ഡിഫിക്കൽട്ടി അനുസരിച്ച് ഗ്രീൻ, ബ്ലൂ, പിന്നെ ഏറ്റവും സ്ലീപ്പും ഡിഫിക്കൽട്ടും ആയിട്ടുള്ളതാണ് ബ്ലാക്ക് ഡയമണ്ട്. ഈ ബേസിക്സ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ? അതിപ്പോ ഡിപ്പെൻസ്. നിങ്ങൾക്ക് ഈ സ്കേറ്റിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഗുണം ചെയ്യും. എന്നാ ഞാനിത് പൊളിക്കും. ഞാനേ പണ്ട് സ്കൂളിൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു. എന്നാ നിനക്ക് സ്കീയിങ്ങിന്റെ ബേസിക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. ഈ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യോ? ഡേയ് ഇല്ലേ? അപ്പൊ കുറെ മറിഞ്ഞു വീഴത്തില്ല ഇതൊക്കെ പഠിച്ചെടുക്കുമ്പോഴത്തേക്ക്? വീഴണം. ഇഫ് യു ആർ നോട്ട് ഫോളിങ് യു ആർ നോട്ട് ലേണിംഗ് എന്നാണ് സ്കീയിങ് പ്രമാണം. അതെ, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങളോട് ഒന്ന് കൊണ്ടുപോകും. നോക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ വണ്ടി ഉണ്ടോ? ഈ സ്കീ പാന്റും ജാക്കറ്റും ഒക്കെ ഉണ്ടോ? പിന്നെ എങ്ങനെയാണ്? എവിടെന്നെങ്കിലും ഒന്ന് adjust ചെയ്യാൻ പറ്റും. നോക്കട്ടെ. ഇവിടെ നേരത്തെ ഇരുന്നില്ലേ ആ സന്ദീപ് ക്വസ്റ്റ്യനും, അവന്മാരോട് ചോദിച്ചു നോക്കാം. അവന്മാരെന്തായാലും ഇനി ഈ സീസൺ പോകുന്നില്ല. അപ്പൊ നമ്മൾ ഈ കേറി നിൽക്കുന്ന പുതപ്പനാണ്ടി മടിയൊക്കെ ഇടുന്ന അതൊക്കെ ഇവിടെ ഡെയിലി രണ്ടില് കിട്ടും. അപ്പൊ എങ്ങനെ അടുത്ത ആഴ്ച ഉറപ്പിച്ചോ? ഞാൻ എപ്പോഴും റെഡി. നീ ഓക്കെ അല്ലേ? എന്താണ് വലിയ ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നല്ലോ. അതെ, നെക്സ്റ്റ് വീക്ക് ഞാൻ കാർത്തിക് വെച്ച് സ്കീങ്ങിന് പോവാം. ബോസ് വരുന്നോ? വൈ നോട്ട് മാൻ? ഞാൻ ഇതിന്റെ ഒരു ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട് ഒരു 10 വർഷം മുമ്പേ. അവളോട് ചോദിച്ചു നോക്കട്ടെ. വിമലേ, അതെ ഇവന്മാര് ശനിയാഴ്ച സ്കീങ്ങിന് പോവാ. ഞാനോട് പോയാലോ? ഈ ശനിയാഴ്ച? അയ്യോ, ഈ ശനിയാഴ്ച നമ്മുടെ പ്ലംബറിനെ വിളിച്ചിരിക്കുന്നേ. അയ്യോ, അപ്പൊ പക്ഷെ ഉച്ചക്കല്ലേ? രാവിലെ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് വരാൻ പറ്റില്ല. അപ്പൊ കൊച്ചിന്റെ സോക്കർ ക്ലാസ്, സ്വിമ്മിംഗ് ക്ലാസ്, അവരുടെ ഡാൻസ് ക്ലാസ് അപ്പൊ നടക്കത്തില്ല ചുരുക്കി പറഞ്ഞേ. ഓക്കെ, പോത്താ ഞാൻ ഔട്ട്. അയ്യോ, എന്ത് പറ്റി? ഓരോരോ ജീവിത പ്രാരംഭങ്ങൾ. അല്ല, ഇറ്റ്സ് ഓക്കെ ബോസ്. ബോസ് വല്ല സ്കീ ചെയ്ത് വല്ല നടു വെട്ടിക്കിടന്നു കഴിഞ്ഞാല് നമ്മുടെ ടീം അനാഥമായി പോകും. നിന്നോട് ഞാൻ ഫ്രൈഡേ ചെയ്യാൻ വന്ന റിപ്പോർട്ട് എന്തോ? ആ റിപ്പോർട്ട് തീർക്കാം. തീർത്താൻ നിനക്ക് കൊള്ളാം. അതെ, അടുത്ത ആഴ്ച ഞാനും കൂടെ സ്കീയിങ്ങിനെ അല്ലണമെന്ന് കാർത്തിക്ക് ഭയങ്കര നിർബന്ധം. കാർത്തികിനെ അറിയത്തില്ലേ? ആ പുള്ളി. ആ അതിന് നിങ്ങൾക്ക് സ്കീയിങ് അറിയില്ലേ? ഇല്ല, പക്ഷെ പുള്ളി പഠിപ്പിക്കും. എന്നാ ശരി, നമുക്ക് പോയി പഠിക്കാം. ഈ അമേരിക്ക വന്നിട്ട് ഒന്ന് പഠിച്ചില്ല. നീയോ ഈ അവസ്ഥയിലോ? ഇത്തവണ ഞാൻ പോവാം. അടുത്ത വിന്റർ ഞാൻ നിന്നെ പഠിക്കാം. ഷോ. ശരി, പക്ഷെ ഒരു കണ്ടീഷൻ. എനിക്ക് ഇൻസ്റ്റയിൽ ഇടാനായിട്ട് പിക്സ് അയച്ചു. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അല്ലേ? നീ എവിടെയായിരുന്നു? ഞാൻ ബാത്റൂമിൽ. അപ്പൊ നെക്സ്റ്റ് വീക്കെൻഡ് പ്ലാൻ ചെയ്തല്ലേ? ഉറപ്പല്ല. എനിക്ക് ഇറങ്ങാൻ സമയമായി. അപ്പം ഞാൻ നിങ്ങളെ അടുത്ത ആഴ്ച വന്ന് പിക്ക് ചെയ്യണേ. അഡ്രസ് വാട്സാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരി എന്നാ. ഒടുവിൽ ഞങ്ങൾ ആക്കി നോക്കിയിരുന്നത് ആ വീക്കെൻഡ്. അതിനിടയിൽ ഞങ്ങൾ ലൈബ്രറിയിൽ പോയി സ്കീയിങ്ങിന്റെ പുസ്തകമൊക്കെ വാങ്ങി ഭയങ്കര പഠിത്തമായിരുന്നു. യൂട്യൂബിലെ സ്കീ വീഡിയോ നോക്കി കസർത്ത് കാണിച്ച് 2 ഫ്ലവർ ബേസ് കുറിച്ച് ഓക്കെ എല്ലാം മതി. അപ്പൊ പറഞ്ഞു വന്നത്, സാറ്റർഡേ രാവിലെ കാർത്തിക് ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തു. കടം മേടിച്ച് ജാക്കറ്റും ഷോ പാന്റും ഒക്കെ ഇട്ട് സകല സ്കീ പരമ്പര ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചു ആ കനി അംഗത്തിന് ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങോട്ടല്ല, ആദ്യം അവിടെ പോയി ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഇവിടെ അല്ലേ? ഇവിടെ അല്ല, ആദ്യം അങ്ങോട്ട് പോണം. നിക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് മേടിക്കേണ്ടത്. അവിടെ നിന്ന് ഗിയർ എടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. ഗിയറാ? ഗിയർ അങ്ങനെയല്ലേ നമ്മൾ മല ഇറങ്ങി വരുമ്പോ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണേ. ആണാ? ആണടേ. അണ്ണാ, എത്ര ഗിയറുള്ള സ്കീ ആണ് നമ്മൾ എടുക്കുന്നത്? എത്ര ഗിയറാ? ഇതല്ല. ഈ ഹെൽമെറ്റിനും സ്കീയിനും ഒക്കെ പറയുന്ന പേരാണ് ഗിയർ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് അതല്ലാന്ന്. ഒറ്റ ഗിയർ വെച്ചാണല്ലോ. നിങ്ങൾ പോയിട്ട് ഡേ പാസ് വാങ്ങിച്ചോണ്ടുവാ. അപ്പോ അണ്ണന് വേണ്ടേ? എനിക്ക് സീസൺ പാസ് ഉണ്ട്, നിങ്ങൾ വാങ്ങിച്ചോണ്ടുവാ. എന്നാ ഓക്കെ. ഒന്ന് തന്നെ. എടാ, ഇത് $95 എന്ന് പറയുമ്പോ 6500 രൂപയാ.
അത്രയും കാശുണ്ടെങ്കിൽ നാട്ടിൽ പോയി പട്ടായ പോയിട്ട് ശ്ശേ. വരാം. ഇത് ശരിയാവില്ല. വാ, 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 വാ. ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് ആർക്കറിയാം. എന്നാലും അപ്പൊ സാരമില്ല, നീ സമയം കളയാതെ പോയി ടിക്കറ്റ് എടുക്ക്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേഗം പരിപാടി ആണോ? തുടങ്ങാം. തന്നെ വാ. എങ്ങനെയുണ്ട് എന്നെ ഇപ്പൊ കാണാൻ? ചന്ദ്രനി പോകുന്ന പോലെ ഉണ്ട്. ബാ. എടാ തന്നെ അണ്ണാ ഈ സാധനം വേണ്ടേ? അതിപ്പോഴെങ്കും വേണ്ട, മുകളിലോട്ട് പോറാകുമ്പോ എടുത്താൽ മതി. അതല്ലടേ, മലയുടെ മുകളിൽ പോകുന്ന നേരം എടുത്താൽ മതി. അവിടെ ഭയങ്കര തണുപ്പായിരിക്കും, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഓക്കെ. സ്നാക്സ് വല്ലതും എടുത്തായിരുന്നോ? ഇല്ലടാ. ആ മേടുക്കെ. എനിക്കിപ്പോ തന്നെ വിശന്നിട്ട് വയ്യ. എന്തൊരു ഭാരവാടി ഇതിന്. ഓ, ഇത്ര ഗമണ്ട സാധനത്തിന്റെ മണ്ടക്കാണ് ഈ യൂട്യൂബിലെ വീഡിയോയിലുള്ളമാര് ഷൂ എന്ന് പറഞ്ഞു പോകുന്നത്. അത് നമ്മൾ ഈ സ്കീ ഇതുവരെ കാലിടാത്തോണ്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം മുട്ടാണ്. ഇനി ഞാൻ ഞങ്ങൾക്ക് ബേസിക്സ് എല്ലാം പറഞ്ഞുതരാം. ഒന്നും പേടിക്കണ്ട, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ. സ്കീ പാരലാക്കി വെച്ച് അങ്ങ് സ്ലൈഡ് ചെയ്താൽ മതി. ഇപ്പൊ ചെയ്യണ്ട, പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്കും ബാലൻസ് പോകാതിരിക്കാനായിട്ട് നമ്മൾ നേരെ നോക്കണം. അതായത് ഇങ്ങനെ താഴെ നോക്കരുത്. താഴെ നോക്കിയാൽ വീഴും, കേട്ടല്ലോ? നേരെ നോക്കണം. പിന്നെ സ്ലൈഡ് ചെയ്ത് തുടങ്ങിയ സ്പീഡ് കൂടും. അപ്പോൾ നിൽക്കാറിയാമോ എങ്ങനെ? അതിനല്ലേ ഈ വടി, ഇത് കുത്തി നിർത്തും. ഇത് വള്ളംകളി അല്ലടേ, വടി വെച്ച് കുത്തി നിർത്താനായിട്ട്. ഇങ്ങോട്ട് നോക്ക്. ഇത് വളരെ സിമ്പിളാണ്. സ്പീഡ് കൂടുമ്പം കാല് വൈഡാക്കി ഒരു വെഡ്ജ് പോലെ ആക്കണം. സ്കീയിങ്ങിൽ ഇതിന് പിസ എന്ന് പറയും. പിച്ചയാ? പിസ. ഈ കഴിക്കുന്ന പിസ ഇല്ലേ, അത്. അങ്ങനെ ചെയ്യുമ്പോ അതിന്റെ സ്പീഡ് കുറഞ്ഞ് നമ്മൾ അങ്ങ് നിൽക്കും, കേട്ടല്ലോ? ഇനി ഞാനത് കാണിച്ചു തരാം. അയ്യേ, ഇത് ഇത്ര സിമ്പിൾ ആണ്. ഡേയ് പിസ. നേരെ നോക്ക്, ഇല്ലെങ്കിൽ നീ തലയും കുത്തി വീഴും. എന്റെ അമ്മച്ചി പോയി. ഇപ്പൊ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, താഴെ നോക്കരുത്, സ്പീഡ് കൂടിയ പിസ. കൊള്ളാം, നേരെ വിട്ടോ. കൊള്ളാം കേട്ടാ. നിങ്ങളുടെ ടേൺസ് ഒക്കെ ഇപ്പൊ ശരിയായി വരുന്നുണ്ട്. സമയം എത്രയായി? എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞു വരാം. നിങ്ങൾ ഇവിടെ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്ക്. ഞാൻ പോയിട്ട് വരാം. നമ്മളിവിടെ ഇപ്പൊ കുറെ നേരം ആയില്ലേ, നമുക്ക് ആ ലിഫ്റ്റ് ഒക്കെ എടുത്തൊന്ന് മുകളിലോട്ട് പോയാലോ? അതിന് ഇറങ്ങാനൊക്കെ അറിയാമോ ലിഫ്റ്റ്? പിന്നെ ഇത് നമ്മുടെ മലമ്പുഴയുള്ള സെയിം സംഭവം അല്ലേ? അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അഡ്ജസ്റ്റ് ചെയ്യുവോ? പിന്നില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാ ശരി, ഞാൻ ആദ്യം കാണിച്ച ബിഗിനർ ലിഫ്റ്റ് ഇല്ലേ, അങ്ങോട്ട് വയ്ക്കോ. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവിടെ വരാം. ഓക്കെ. എടാ പോത്താ, നമ്മൾ 6,500 രൂപ മുടക്കിയതല്ലേ? ഈ ബിഗിനർ ലിഫ്റ്റ് എടുത്ത് അവിടം വരെ പോയാൽ അതൊന്നും മുതലാകത്തില്ല. നമുക്ക് ഈ വലിയ ലിഫ്റ്റ് എടുത്ത് മലയുടെ മേളിൽ വരെ പോയാലോ? പിന്നെന്ത്, ഫോളോ. 6,500 രൂപ മുതലാക്കിയിട്ട് തന്നെ കാര്യം. മനുഷ്യനെ ഇടിച്ച് തെറിച്ചാണോ മണ്ടയ്ക്ക് എലുമ്പ് ഇതിന്ന് ഇറങ്ങുന്നത് എങ്ങനെയാന്ന് വല്ല പിടിയുണ്ടോ? അപ്പൊ ഇതിന് സ്റ്റോപ്പ് ഒന്നും ഇതോ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ചാടിക്കോ. എടാ ഇത് മൊത്തം ആ കാർത്തിക് പറഞ്ഞ സാധനമല്ലേ, ബ്ലാക്ക് ഡയമണ്ട്? ഫസ്റ്റ് ഡേ തന്നെ ബ്ലാക്ക് ഡയമണ്ട് വേണോടെ? നമുക്ക് വല്ല ബ്ലൂ എടുത്ത് പോവാം. ഇത്ര പൊക്കത്തിലാണോടെ നമ്മൾ എത്തിയത്? ഈ റോഡിനാണെങ്കിൽ ഒരു അന്തവും കുന്തവും ഇല്ല.
നമ്മൾ എങ്ങനെ താഴെ എത്തും? ഞാനിതേൽ എങ്ങനെ വള്ളി പിടിച്ചിരിക്കോ? ഇനി എവിടെ കൊണ്ടിടിച്ചാണോ ഒന്ന് നിൽക്കാൻ പോകുന്നത്? ഞാനിപ്പോ ഒരുമാതിരി വള്ളം തൊഴുന്ന പോലെ ഉണ്ടളിയാ. നമ്മൾ കുത്തിയിരുന്ന് പഠിച്ച തിയറി യൂട്യൂബ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ലല്ലോ. ഈ ഇറക്കം എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ആ അറ്റത്തോട്ട് വല്ല ഞാൻ പോയി നോക്കിയിട്ട് വരാം. സൈഡിൽ കൂടെ നമുക്ക് വല്ല ഞെരങ്ങിയെങ്കിലും ഇറങ്ങാടെ. വേണോ? തന്നെ താഴെ പോയ പിന്നെ തൂത്തെടുക്കേണ്ടി വരും. പോയി കയ്യിന്ന് പോയി. ഹെൽപ്പ് സായിബ, ഹെൽപ്പ് മൈ ബ്രദർ, ഹെൽപ്പ് സായിബ, സായിബ്. അത് പോയോ? ഹെൽപ്പ് ചേട്ടാ, can you please help? Hey, what happened? I think my friend passed out. Oh my god, let me call Ski Patrol. Hello, Ski Patrol? ഡാ പോതാ, ഡാ ഡാ എണീക്ക്. ഡാ പോതാ, ഡാ എണീക്ക്. നല്ല തണുപ്പാ, AC ഒന്ന് ഓഫ് ചെയ്തേക്കോ പ്ലീസ്. ഏസിയാ? ഡേ നിന്റെ മുറിയല്ല, നീ മലയുടെ മേളിൽ ബോധം കെട്ട് കിടക്കാണ്. എണീക്കടേ. ഈ സീൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോഴാണ് കറണ്ട് പോയത്. ബെസ്റ്റ്. ബോധം കെട്ടപ്പോ ഇവന്റെ 5-6 കിളിയും പറന്നു പോയാ. ഡേ എണീക്ക്, നിന്നെ വിളിക്ക സ്കീ പെട്രോൾ വരുന്നത്. സ്കീ പെട്രോളാ? അതെന്തോന്നു? റെസ്ക്യൂ മിഷൻ എന്ന് വെച്ചാ ഹെലികോപ്റ്റർ ഒക്കെ വരുമോ? ചിലപ്പോ കാണും, എനിക്കറിയാൻ പാടില്ല. വെള്ളപ്പൊക്കത്തിന് ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റില്ല. ഇതിനെങ്കിലും എനിക്കൊന്ന് പോകണം. എത്തുമ്പോ ഒന്ന് വിളിക്കണടാ പ്ലീസ്. അതൊക്കെ ഞാൻ വിളിച്ചോളാം. നീ ഇവിടെ സ്ട്രെച്ചറിൽ കയറാൻ വടി പോലെ കിടന്നോ. നിന്റെ ഈ കണ്ണാടി മുഖംമൂടിയൊക്കെ തിരിച്ചു വെച്ചോ, അല്ല മാനം പോ. ഞാനും വെച്ചേക്കാം. പതാരം പിടിച്ച മരണം വീട്ടിൽ ഒറ്റയ്ക്കാക്കി നീ നൈസായിട്ട് സ്കൂട്ടായല്ലേ. കരുതി കൂട്ടി ചെയ്തതല്ല. അങ്ങനെ ഞാൻ ചോദിക്കാ 100 വട്ടം സൈക്കിൾ ഞാൻ പറഞ്ഞ സ്ട്രെച്ചറിന്റെ തല്ലേ ഞാൻ നല്ല പിടിച്ച് കിടന്നില്ല. മെഡിക്കൽ റെസ്ക്യൂ മാത്രമേ പറ്റുള്ളൂ. എന്ത് ചെയ്യണം ഒരു എത്തും പിടിയില്ലാതിരിക്കുമ്പോഴാണ് ഒരു ദേവദൂതൻ ഇടിച്ചിറങ്ങി ഒരു മെഡിക്കൽ റെസ്ക്യൂ ഒക്കെ ചെയ്തത്. Are you okay? Oof. Yeah. Yeah, I guess I'm fine. I can call the ski patrol if you're injured. Yeah, I guess I might have broken something here. Yeah, it's actually hurting a little here. Okay, so let me call ski patrol Okay. and they'll come and take you down. Okay. Hello, ski patrol? ഇതിപ്പം നഷ്ടവും മാനഹാനി മേലുവേദന എല്ലാം ഒരുമിച്ച് ഓട്ടോറിക്ഷ വിട്ടു വന്ന പോലെ. ഇനി ആ കാർത്തിയിൽ നിൽക്കാൻ ഒരു തെറി പോലും ബാക്കിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള ഫോട്ടോ എടുത്ത് കൊടുക്കാന്നുള്ള ആരിസിന്റെ വൈകുന്നു. എന്തായാലും നീ വാങ്ങാൻ അടിപൊളി ശബ്ദം ഇട്ട് സ്ട്രെച്ചറിൽ താഴോട്ട് വന്ന് നന്നായി. ഇല്ലെങ്കിലേ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. വരാനുള്ളത് വഴി തങ്ങില്ല എന്നാണല്ലോ. എന്തായാലും ഈ പരിപാടിക്ക് ശേഷം ഈ ജന്മത്തിന് ഈ കൈകൊണ്ട് തുറത്തിനാണ് പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പോയത്.
പിറ്റേന്ന് തിരിച്ച് ഓഫീസിലെത്തിയപ്പോഴേക്കും ഇതൊക്കെ എങ്ങനെയോ മണത്തറിഞ്ഞ ടീമിലുള്ളവന്മാർ ഞങ്ങളെ കളിയാക്കി കൊന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ബോസ് മാത്രമാണ് ഒരല്പമെങ്കിലും മനുഷ്യപ്പറ്റ് കാണിച്ചത്. പുള്ളിയെ കൊണ്ടോ പറ്റിയില്ല. ഞങ്ങളെങ്കിലും ഈ ചാൻസ് മുതലാക്കിക്കോട്ടെ എന്ന് പുള്ളി ഓർത്ത് കാണും. ഞങ്ങളുടെ കയ്യിരിപ്പാണ് കാരണമെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ കാർത്തിക്കിന് ചെറിയൊരു കുറ്റബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഞങ്ങളെ സ്കീയിങ്ങിന് കൊണ്ടുപോകാൻ പുള്ളി തന്നെ മുൻകൈ എടുത്തു. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. ആദ്യത്തെ ആഴ്ചകളിൽ കുറച്ചധികം തലയും കുത്തി വീണെങ്കിലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. അങ്ങനെ 12 ആഴ്ചകൾക്ക് ശേഷം ഒരിക്കൽ പേടിയോടെ കണ്ടിരുന്ന സാക്ഷാൽ ബ്ലാക്ക് ഡയമണ്ടിനെ നേരിടാൻ ഞങ്ങൾ തീരുമാനിച്ചിറങ്ങി.